പ്രതിപക്ഷ നേതാവാകാൻ പിണറായി വിജയൻ തന്നെയാണ് നല്ലതെന്ന് പാർട്ടി വിട്ട മുൻ നേതാവും തളിപ്പറമ്പ് MLA-യുമായ TK ഗോവിന്ദൻ. പ്രതിസന്ധി ഘട്ടത്തിൽ പിണറായി തന്നെ പാർട്ടിയെ നയിക്കുന്നതാണ് നല്ലത്. പക്ഷേ പ്രവർത്തന ശൈലി മാറ്റണം. MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ TK ഗോവിന്ദൻ പറഞ്ഞു. പ്രസാദ് ഉടുമ്പിശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, അതിൽ കൃത്യമാണ് പിണറായി വിജയനുമായി യാതൊരു വിയോജിപ്പും ഇല്ല TK ഗോവിന്ദന്, എന്നാൽ MV ഗോവിന്ദനുമായി അത് ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ? സ്വാതി, തീർച്ചയായും ഇത്തരത്തിലൊരു വളരെ വിശദമായ ഒരു അഭിമുഖമാണ് TK ഗോവിന്ദൻ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയിട്ടുള്ളത്. അതിൽ പാർട്ടി വിടാനുള്ള സാഹചര്യവും അതോടൊപ്പം തന്നെ CPM-ലെ ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഈ അഭിമുഖത്തിൽ പക്ഷേ പിണറായി വിജയനോടൊരു മൃദു സമീപനം TK ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. അഭിമുഖകാരൻ ചോദിക്കുന്നത്, പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ അതിന് കൃത്യമായി മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിണറായി അല്ലാതെ മറ്റാരാണ് പ്രതിപക്ഷ നേതാവാകുക, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പിണറായി തന്നെയാണ് പാർട്ടിയെ നയിക്കാൻ നല്ലത് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ പിണറായി തന്റെ പ്രവർത്തന ശൈലി മാറ്റേണ്ടതുണ്ട്. എന്നാൽ MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. MV ഗോവിന്ദൻ സ്ഥാനം ഒഴിയുകയാണ് വേണ്ടത്, അത് മാത്രമല്ല പാർട്ടിയിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്നതുകൂടി പറയുന്നു. മറ്റൊന്ന്, പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ചുമാണ് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെയൊന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും CPM-നെ വിമർശിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം പറയുന്നത് CPIM തകരാൻ പാടില്ല, CPIM തകർന്നാൽ അത് കേരളത്തിന്റെ സാമൂഹിക സന്തുലനാവസ്ഥയെ ബാധിക്കും എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ പറയുന്നത് പോലെ പിണറായിയുടെ ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ CPIM വിമർശനം. ശരി പ്രസാദ്.